അതെ, ചൈന വൻമതിൽ. ഇന്ന് നമ്മൾ പോകുന്നത് ബീജിങ്ങിൽ നിന്ന് ചൈന വൻമതിലിലേക്കാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിത മതിൽ എന്ന് പറയുന്നതാണ് ചൈന വൻമതിൽ. അപ്പോൾ നമ്മൾ ബീജിങ്ങിൽ നിന്ന് രാവിലെ തന്നെ ഒരു ടാക്സിയിൽ ബീജിങ് സിറ്റി സെൻറ്ററിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായി നമുക്ക് സിറ്റി സെൻറ്ററിൽ നിന്ന് 9 മണിക്കാണ് നമ്മളൊരു ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു 50 പേർക്ക് അടങ്ങുന്ന ഒരു ബസ്സിൽ നമ്മൾ വൻമതിലിലേക്ക് പോകും. അത് ഇവിടുന്ന് ഏകദേശം ബീജിങ് സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടാക്സിയിൽ പോയി അവിടെ എത്തി. ഈ ടൂർ ഞാൻ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. ഈ ടൂർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ കയറുക, അവർ നമ്മളെ വൻമതിലിൻ്റെ അവിടെ എത്തിക്കും. അവിടെ നമുക്ക് ഒരു 5 മണിക്കൂർ അവിടെ കിട്ടും. അവിടെ നിന്ന് നമ്മൾ വൻമതിലെല്ലാം കണ്ട് തിരിച്ചു വന്ന് ഈ ബസ്സിൽ കയറി തിരിച്ച് അവർ നമ്മളെ സിറ്റിയുടെ അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ലില്ലി എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ്. ആൾ വന്ന് എല്ലാ ഡീറ്റെയിൽസും പാസ്പോർട്ടെല്ലാം ചെക്ക് ചെയ്തു. നമ്മളകത്ത് കയറി സീറ്റിനകത്തിരുന്നു. ആൾ ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും 2 രീതിയിലും എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസും എല്ലാ കാര്യങ്ങളും നൽകണം. നമ്മൾ ഏകദേശം ഒരു 40 പേര് ഈ ബസ്സിനകത്തുണ്ട്. നല്ല AC ഉള്ള ബസ്സാണ്, നല്ല സൗകര്യമുണ്ട്, പുഷ് ബാക്ക് സീറ്റ്സാണ്. അങ്ങനെ ബീജിങ്ങിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ യാത്ര തുടങ്ങി. ബീജിങ് ടു ചൈന ഗ്രേറ്റ് വാള് ഏകദേശം ഒരു 56 കിലോമീറ്ററും അതെത്താനായിട്ട് ഏകദേശം അവർ പറയുന്ന സമയം 1.5 മണിക്കൂറാണ്. നമ്മളൊരു 10:30 വൻമതിലിലെത്തും. അവർ ചൈന വൻമതിലിൻ്റെ ചരിത്രം പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ചൈന വൻമതിൽ ഏകദേശം 21,000 കിലോമീറ്റർ ഉണ്ടെന്ന്. അത് ഉണ്ടാക്കിയത് എത്ര കൊല്ലം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 2000 വർഷങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കിയ ഒരു നിർമ്മിതിയാണത്. അത് തുടങ്ങിയത് 700 BCയിലും അതിൻ്റെ നിർമ്മാണം അവസാനിക്കുന്നത് 1700 ADയിലുമാണ്. അപ്പോൾ 2000 വർഷത്തോളം 6 എംപറർമാർ, 6 ഡൈനാസ്റ്റീസ് ത്രൂ ആണ് ആ വൻമതിലിൻ്റെ പണി പൂർത്തിയാക്കിയത്. അതിനെക്കുറിച്ചുള്ള ചരിത്രത്തിലേക്ക് ഞാൻ വൻമതിലിനോട് എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ 21,000 കിലോമീറ്ററിൽ ഏകദേശം മൊത്തം 4 സെക്ഷൻസാണ് പബ്ലിക്കിന് വേണ്ടി അവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് പോകുന്നത് മുറ്റിയാനു സെക്ഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അത് കുറച്ചും കൂടെ ഭംഗിയുള്ളതും തിരക്ക് കുറഞ്ഞതുമായൊരു സെക്ഷനാണ്. ബാഡ്ലിങ് എന്ന് പറഞ്ഞ സെക്ഷൻ വൻമതിലിൻ്റെ ആ ഭാഗത്തേക്കാണ് ഇവിടുത്തെ ചൈനക്കാർ കൂടുതലായിട്ടും പോവുക. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് മുറ്റിയാനു സെക്ഷനിലേക്കാണ്. നമ്മളിപ്പോൾ യാത്ര തുടങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറായി നമ്മളവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റെഡി ആയിക്കോ, നമ്മളിവിടെ എത്താറായിട്ടുണ്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. പിള്ളേരെല്ലാവരും വളരെ എൻജോയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കുറച്ച് പ്രദേശങ്ങളിലൂടെയാണ്. മുറ്റിയാനു സെക്ഷനും വൻമതിലും പോകുന്ന സ്ഥലങ്ങളെല്ലാം ഗ്രാമങ്ങളാണ്. പണ്ട് നമ്മളങ്ങനെ മുറ്റിയാനു സെക്ഷനിലേക്ക് എത്താറായി. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴികളുടെ ദൃശ്യങ്ങൾ ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വളരെ ക്ലീനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് ചൈന മൊത്തം തന്നെയുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് 2-3 പ്രോസസ്സുകൾ കഴിഞ്ഞാലാണ് നമ്മൾ മതിലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ നടന്ന് ഇതാണ് ആ സെക്ഷൻ. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് അവർ ടിക്കറ്റ് എടുത്ത് തരും. 3 രീതിയിലാണ്, 3 ഫേസ് കടന്നിട്ട് വേണം നമുക്ക് ഗ്രേറ്റ് വാളിലേക്ക് എത്താൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി നമ്മളൊരു ഷട്ടിൽ ബസ് ബുക്ക് ചെയ്യണം. ആ ഷട്ടിൽ ബസ് നമ്മളെ കേബിൾ കാർ ഏരിയയിലേക്ക് എത്തും. അവിടെ നിന്ന് വേണം നമുക്ക് വൻമതിലിൻ്റെ മുകളിലേക്ക് പോകാൻ. ഇതാണ് ഓട്ടം ടൈമിൽ ഉള്ള ചൈനയിലെ ഗ്രേറ്റ് വാള്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ സൈഡുകളിൽ അവർ കച്ചവടക്കാരുണ്ട്. നമുക്ക് എന്ത് സുവനീഴ്സ് എല്ലാം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഷട്ടിൽ ബസ് പെട്ടെന്നുള്ള കാരണം തന്നെ നമ്മൾ വേഗം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കടകമ്പോളക്കാരൊക്കെ നമ്മൾ വിളിക്കണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടെയൊന്നും കയറിയില്ല. ഇത് മനോഹരമായൊരു കാഴ്ചയാണ്. പല ഡിസൈനിൽ അവർ ചൈനീസ് കുടകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് ചൈനയിലെ തന്നെ കണ്ടുവരുന്നൊരു തരത്തിലുള്ള ഡ്രം ബെല്ലാണ്. നമുക്കവിടെ സൗണ്ട് ഉണ്ടാക്കാൻ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ
ഇവിടെ നമ്മൾ യാത്രയിൽ ആദ്യം മുതൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് വേണം എല്ലാവരും എൻ്റർ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ എല്ലാവരെയും പാസ്പോർട്ട് എടുത്ത് അവർക്ക് കൊടുത്തു. ഈ പാസ്പോർട്ടെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ഷട്ടിൽ ബസ് ഉണ്ട്. ആ ഷട്ടിൽ ബസ് നമ്മളെ കേബിൾ കാർ ഏരിയയിലേക്ക് എത്തും. അപ്പോൾ എല്ലാം ആക്സസ് എല്ലാം കിട്ടി, നമ്മളെല്ലാവരും അകത്തേക്ക് കടന്നു. അപ്പോൾ നമ്മളെല്ലാവരും പതുക്കെ ഞങ്ങൾ നടക്കുന്നു. അവിടെ ബസ്സുകൾ, ഷട്ടിൽ ബസ്സുകൾ എവരി 5 minutes ഉണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഫോളിൽ നിന്ന് എഴുതിയ മുറ്റിയാനും ഗ്രേറ്റ് ഫോളിൽ നിന്ന് എഴുതിയ എൻ്റെ ഷട്ടിൽ ബസ്സിലേക്ക് നമ്മളിപ്പോൾ കയറാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഷട്ടിൽ ബസ്സിൽ കയറി നമ്മളിപ്പോൾ ഗ്രേറ്റ് ഫോളിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് 3 രീതിയിൽ നമുക്ക് വൻമതിലിലേക്ക് നീങ്ങാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വഴിയിൽ കൂടെ നമുക്ക് ചെയർ ലിഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ ചെയറാണ്. റോപ്പ് വേ പോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ളതാണ്. അതിൽ 2 പേർക്ക് വെച്ച് പോകാം. കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ കേബിൾ കാറാണ് വൻമതിലിലേക്ക് പോകാനായിട്ട് ആദ്യമായിട്ട് ബുക്ക് ചെയ്തത്. നല്ല ചൂടുള്ള കാരണം എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ കേബിൾ കാർ ടിക്കറ്റ് എടുത്തിട്ട് കേബിൾ കാറിൽ മുകളിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും പാസ്പോർട്ട് സ്കാൻ. അങ്ങനെ 3 സ്ഥലങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ നമുക്ക് പാസ്പോർട്ട് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാസ്പോർട്ട് സ്കാനിങ് കഴിഞ്ഞു. നമ്മളിതേ കേബിൾ കാറിലേക്ക് കയറി. 4 പേർക്കാണ് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുക. ഇപ്പോൾ മക്കൾ ആദ്യം ഓടി കയറി, നമ്മളത് കഴിഞ്ഞ് കയറി. ഇനി ഈ കേബിൾ കാർ നേരെ നമ്മളെ വൻമതിലിലേക്ക് എത്തിക്കും. അത് മുകളിലേക്ക് പോകാം. തിരിച്ച് ഇറങ്ങാനും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൈനയിലെ ഓരോ നിർമ്മിതികളും അവർ പണിതേക്കുന്നത് ഓരോ സ്ഥലങ്ങളിലേക്കുള്ളൊരു ആക്സസിബിലിറ്റിക്ക് വേണ്ടി അവർ പണിതേക്കുന്നത്. വേറെ രാജ്യങ്ങൾ അങ്ങനെ പണിതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ വേറെ രാജ്യങ്ങളിൽ പോയിട്ടില്ല. പക്ഷേ അത് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഒരു കേബിൾ കാർ പോലും അവരെത്ര ദൂരമാണ് ഇത് പണിതേക്കുന്നത് നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ അതേ നമുക്ക് സൈഡിൽ വൻമതിൽ കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്താറായി. ഇതിപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് ഈ മുറ്റിയാങ്ങു സെക്ഷനിൽ. ഇതിപ്പോൾ ഈ റൈറ്റിംഗ് ഒന്നും എല്ലാവരും വായിക്കണതാണ്. ഇത് എനിമിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ ഒരു സാധനം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് വൻമതിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ വൻമതിലേക്ക് കാലെടുത്ത് വെച്ചു. ഇതാണ് ചെറുപ്പം മുതൽ കേട്ട, അല്ലെങ്കിൽ നമ്മൾ വേൾഡ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ് കേട്ട ചൈനയിലെ വൻമതിൽ. ഞങ്ങൾ അതിൽ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ ഈ മുറ്റിയാനി സെക്ഷനിൽ ഇവിടെ ഞങ്ങൾ കയറിയത് ടവർ നമ്പർ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഓരോ ടവറുകൾ കാണാം. ടവർ നമ്പർ 14 നമ്മൾ കയറിയിരിക്കുന്നത്. മൊത്തമായിട്ട് ഈ സെക്ഷനിൽ 20 വാച്ച് ടവറുകൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് മൊത്തം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നെത്തിയത് 14th വാച്ച് ടവറിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് 20th വാച്ച് ടവറിൽ പോയി തിരിച്ച് 6th വാച്ച് ടവറിലേക്ക് വീണ്ടും നടക്കണം. അങ്ങനെ മൊത്തം ഞങ്ങൾ നടക്കാൻ പോകുന്ന ഒരു 14 വാച്ച് ടവേഴ്സാണ്. ദൂരം ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പം ഞങ്ങൾ അതിൽ കൂടെ നടന്ന് അതിലെ തന്നെ ഏറ്റവും ടോപ്പ് പോയിൻ്റായ ഹീറോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചൈന വൻമതിൽ എന്തിനാണ് പണിത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലരും വിചാരം ഇതൊരു ബോർഡർ ആയിട്ട് പണിതിട്ടുള്ളതാണ്. ഇതൊരു ബോർഡറല്ല. അതായത് വർഷങ്ങൾക്ക് മുന്നേ മംഗോളിയൻ രാജാക്കന്മാരുടെ അധിനിവേശം തടയാൻ വേണ്ടിയിട്ട് ചൈന എംപറർമാർ ആദ്യമായി പണിത് തുടങ്ങിയതാണ് മതിലുകൾ. ഇതെല്ലാം പകുതി പാർട്ടുകളായിട്ടുള്ള മതിലുകളായിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് ഓരോ ഡൈനാസ്റ്റി, ഓരോ എംപറേഴ്സ് കയറും തോറും അവർ അത് പല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത എല്ലാ മതിലുകളും യോജിപ്പിച്ച് ഒരു 20,000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു ശൃംഖലയായി മാറി ചൈന വൻമതിൽ. അത് തുടങ്ങുന്നത് ഒരു കടലിൽ നിന്ന് തുടങ്ങി മലകളിലൂടെ നീങ്ങി മരുഭൂമിയിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ചൈന വൻമതിലിൻ്റെ നിർമ്മിതിയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിലുള്ള പല ഹോളുകളിൽ കൂടെ ലൈറ്റ് ഇടുകയും അവർക്ക് പീരങ്കികളും മറ്റും വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണത് പണിതിരിക്കുന്നത്. മഴ പെയ്താൽ പോലും വെള്ളം പോകാനുള്ള ഓവുചാലുകൾ അതിനകത്തുണ്ട്. അവർ പറഞ്ഞത് ഇതിനകത്തേക്കൂടെ ഒരു
4 കുതിരകൾക്ക് പോലും ഇതിനുള്ളിൽ കൂടെ നടന്നു പോകാനുള്ള രീതിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഈ ടവറിനകത്താണ് സൈനികർ ഇരിക്കാറുള്ളത്. സൈനികർ അതിനകത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ശത്രുക്കളുടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കത്തിച്ച് ഓരോ ടവറിലുള്ളവരെയും അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ടവറിൽ നിന്ന് നോക്കിയാൽ മറ്റേ ടവറിലേക്കുള്ള കാണാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങൾ ഹീറോ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ടോപ്പിൽ നടന്നെത്തിക്കഴിഞ്ഞെടുത്തൊരു ഒരു ദൃശ്യമാണ്. പകലയിലേക്ക് നീണ്ടു നടക്കുന്ന വൻമതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ അവരിതെങ്ങനെ പണിതു, എങ്ങനെ ഇത്ര മലമുകളിൽ അവർ ഈ പറഞ്ഞ കല്ലുകളും ചുണ്ണാമ്പും എത്തിച്ച് ഇത് പണിതു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതുകൊണ്ടായിരിക്കണം ഇത് ലോകാത്ഭുതങ്ങളിലെ ഒന്നായി മാറിയത്. നടക്കാൻ ചൈന വൻമതിലിൽ കൂടെ നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് ജസ്റ്റ് ലൈക്ക് ഹൈക്കിംഗ് ആണിത്. നല്ല ദൂരം നമുക്ക് നടക്കണം. നല്ല കായിക ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടന്ന് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ തീർക്കാൻ നമുക്ക് പറ്റേണ്ടതാണ്. എല്ലാവരും അതിന് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് വാച്ച് ടവറിൻ്റെ ഒരു ഉൾഭാഗം. വളരെ ആർക്കിടെക്ചറലി വളരെ ടോപ്പ് നോച്ചായിട്ട് അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു ടവറാണ്. ഇതിനകത്ത് അവർ താമസിക്കാറുണ്ട്. പടയാളികളെല്ലാവരും ഇതിനകത്താണ് താമസിക്കാറ്. ഇതിൽ നിന്നാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളത് അടുത്ത ടവറുകളായിട്ട്. അങ്ങനെ അടുത്ത ടവറുകൾ ബന്ധപ്പെട്ട് എന്താ പറയുക, ഇത് കണ്ടപ്പോൾ നമുക്ക് വാക്കുകളില്ലാണ്ടായിപ്പോയി. അത്രയും മുന്നിട്ട് കണ്ട് ഇപ്പോഴും ഇതിന് പ്രത്യേകിച്ച് ഇതിലെ പല ഭാഗങ്ങളും ചീത്തയായി പോയതുണ്ട്. അതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മൾ നടക്കുന്ന മുറ്റ്യാങ്ങോ സെക്ഷനാണ് അവസാനമായിട്ട് പണി കഴിപ്പിച്ച ചൈന വൻമതിലിൻ്റെ സെക്ഷൻ. അത് പണി തീർത്തത് 1600-ലാണ് ഇതിൻ്റെ പണി തീർന്നത്. അതായത് ഏകദേശം 600 വർഷങ്ങൾക്ക് മുന്നേ. ഇവിടെ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ചെല്ലുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചൈന വൻമതിൽ. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന 10 മില്യൺ ആണ് പെർ ഇയർ ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള കാടുകൾ, മലകൾ, അതിൻ്റെ ബ്യൂട്ടി എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ചൈന വൻമതിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അതായത് പല മലകളുടെ മുകളിൽ കൂടെ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടേക്ക് ആളുകളുടെ ആക്സസിബിലിറ്റി ഇല്ല. കാരണം വളരെ കുറച്ച് ആൾക്കാർക്കാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലാതെ അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 വർഷങ്ങളെടുത്ത് പണിത ക്വിൻ ഡൈനാസിറ്റിയാണ് അവർ ആദ്യമായിട്ട് ഇത് ഒരു വൻമതിൽ എന്നൊരു കോൺസെപ്റ്റ് തുടങ്ങി. ചിൻ ഡൈനാസ്റ്റിയിൽ പണി തീരുമ്പോൾ അത് ഇത്രയും 21,000 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു മഹാത്ഭുതമായിട്ട് മാറി. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങാനും നമുക്ക് വന്ന പോലെ കേബിൾ കാറിൻ്റെ ഓപ്ഷനും ഉണ്ട്, ചെയർ ലിഫ്റ്റും ഉണ്ട്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത് ടബോങ് എന്ന് പറഞ്ഞ ഒരു വഴി കൂടെയാണ്. അതൊരു ലൂജ് പോലെയാണ്. അതിലാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത്. അത് നമ്മൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ലൈഡ്. ആ സ്ലൈഡിൽ കൂടെ നമുക്ക് ഊർന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് സെലക്ട് ചെയ്താണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ്. ഞാനും അമ്മയും ഒരുമിച്ചിരുന്നു, മീരയും വേദം ഒരുമിച്ചിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഗ്രേറ്റ് വാളിൻ്റെ താഴത്തേക്ക് ഇറങ്ങി. നമ്മൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കണ്ടിരിക്കേണ്ട ഒന്നാണ് ചൈന വൻമതിൽ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സെക്ഷനിലാണ് ഞാൻ പോയിട്ടുള്ളൂ. അതേപോലെ 3 സെക്ഷൻസ് വീണ്ടുമുണ്ട്. അവിടെ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പോകണമെന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പോകാൻ തോന്നുന്ന ഒന്നാണ്. അതെങ്ങനെ, അതിൻ്റെ ഒരു നിർമ്മിതി, അതിൻ്റെ ഒരു സ്ട്രക്ചർ എല്ലാം ഞാൻ എന്താ പറയുക, ഇറ്റ്സ് ഓസം. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ പേര് ടബോഗാൻ സ്ലൈഡ് എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് ഇറങ്ങുകയാണ് താഴത്തേക്ക്. ഏകദേശം ഇപ്പോൾ സമയം 3 മണിയോടടുപ്പിച്ചായി. നമ്മൾ വൻമതിലിൽ കയറുമ്പോൾ ഏകദേശം 10:30, 3 മണി, 4 മണിക്കൂറോളം ഞങ്ങൾ നടന്നു. വൻമതിൽ മൊത്തം നടന്നു. താഴത്തേക്ക് പതുക്കനെ സ്ലൈഡ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പോകുന്ന ടബോങ് സ്ലൈഡിൽ ആ സ്പീഡ് കുറച്ച് കുട്ടികളുടെ കാരണം നമ്മൾ പതുക്കനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റോളം എടുക്കും അത് താഴത്തേക്ക് ചെല്ലാനായിട്ട്. ഒരു മസ്റ്റ് ട്രൈ ആണ്.
കാരണം കയറുന്നത് ഇറങ്ങുന്നത് നമ്മളൊരു വേറെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിലായ കാരണം ഇത് രണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഏകദേശം തീരാറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് സെക്ഷൻസ് ഉണ്ട് കാണാനായിട്ട്. ഇനി പിന്നെയുള്ളതാണ് സിമട്ടായി, ജിൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് വീണ്ടും ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് ചൈന വൻമതിലിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. ഇതിൽ എല്ലാം ഒന്നുമില്ല, ഇനിയും ഡീപ്പായിട്ട്. പിന്നെ പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു നിർമ്മിതിക്കുള്ളിലുണ്ടായിരുന്നത്. ഈ ചൈന വൻമതിൽ പണിയാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കുറ്റവാളികളെയായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ വൻമതിലിൻ്റെ അടിയിൽ തന്നെ അവരെ സംസ്കരിച്ചിട്ടുണ്ടെന്നും കഥകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയെല്ലാം അവിടെ അവസാനിച്ചു. വൻമതിലെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഷട്ടിൽ ബസ്സിൽ കയറി ഞങ്ങളുടെ ബീജിങ്ങിലേക്കുള്ള ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്.